ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമില്ലേ? എന്തുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു പാസ്തേൻ്റെ റെസിപ്പി കേട്ടോ. ഈ മക്രോണി വെച്ചിട്ടുള്ള പാസ്ത അല്ലേ അത് കേട്ടോ. അതിൻ്റെ പേര് മക്രോണി തന്നെയാണെന്ന് കറക്റ്റ് അറിയില്ല, പക്ഷേ എവിടെ പറയുന്നത് വെച്ച് ഞാൻ പറഞ്ഞുള്ളൂ. അത് പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ എല്ലാവരും ക്ഷമിക്കട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫുൾ വീഡിയോ ചാനലുണ്ട്, കയറി കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നല്ല ക്യാരറ്റും അതുപോലെ തന്നെ ക്യാപ്സിക്കും ബോംബാളിയും ഒക്കെ എടുത്ത് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ, എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ അതിലേക്ക് എന്താ പറയുക, ഈ ജീരകം ഉണ്ടല്ലോ, ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കണം. നല്ല ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കൂ. അത് ചിക്കൻ സാധാ പൊരിക്കാനാണെങ്കിൽ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് അങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു ചിക്കൻ്റെ ആ ഒരു എന്തുണ്ടല്ലോ പൊരിച്ചെടുക്കുന്ന ആ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വേണ്ടിയവർക്ക് ചെറുനാരങ്ങ നീരും ഒക്കെ ചേർക്കട്ടോ. സുർക്കായാലും ചെറുനാരങ്ങ നീരായാലും ചേർത്ത് കൊടുക്കുക, വിനീഗർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ നേരെ നമ്മൾ അതവിടെ അരിഞ്ഞൊക്കെ സെറ്റാക്കി എല്ലാം മസാല ഒക്കെ തേച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ മക്രോൺസ് ഉണ്ടല്ലോ, അതായത് മക്രോണി ഉണ്ടല്ലോ, അതെടുത്ത് നമ്മൾ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എത്രത്തോളം ഇതിൻ്റെ പേര് ശരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അറിയുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുക ചെയ്യുന്നത്. ഈ വളഞ്ഞ് കിടക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ നേരെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പും പിന്നെ ഓയിലൊക്കെ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ എന്തിനാ വെച്ചാൽ പരസ്പരം ഒട്ടിപ്പിടിക്കാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നല്ല തിളച്ച് വെന്ത് വന്നാൽ അത് ഊറ്റിക്കളയാം. ഇനി നമ്മൾ വേറെ നല്ലൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നല്ല ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ മാറിപ്പോവും, ഒരു നാടൻ ടച്ചിലേക്ക് വരും. പക്ഷേ ഇതൊരു നാടൻ ഐറ്റം അല്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ബോംബാളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് തക്കാളിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മാത്രം വേണം, അതായത് സാധനങ്ങളൊക്കെ അരിഞ്ഞുണ്ടാക്കി ഇടാൻ. നമ്മൾ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട്, കാരണം ഇവിടെ കുറേ ആൾക്കാരുള്ളതിനോട് നമ്മൾ അധികമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് അപ്പോൾ തന്നെ എന്താ പറയുക, ക്യാരറ്റും അതുപോലെ ക്യാപ്സിക്കോ അരിഞ്ഞൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം പാടി ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയായിട്ടാണ് ചെയ്യുന്നത്. ഓവറൊന്ന് വഴന്ന് വരുന്ന രീതിയിലല്ല, അല്ലാണ്ട് തന്നെ ഈ കല്ലുപ്പൊന്ന് മിക്സ് ആവുന്ന രീതിയിലും, പിന്നെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം മിക്സായി ഒന്നൊരു ജസ്റ്റ് ഒന്നിങ്ങനെ വെന്ത് വരുന്ന രീതിയിലേക്കാണ് ആക്കുന്നത് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമ്മൾ അപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം ഇതൊന്നും വേറെ സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്യാനുള്ള നേരമല്ല, എല്ലാം ഒരുമിച്ച് തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ജീരകപ്പൊടി, പിന്നെ ചിക്കൻ മസാല എല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നല്ലേ വേറൊരു കാര്യം പറയണ്ടേ, നിങ്ങൾക്ക് ചിക്കൻ ക്യൂബ് കയ്യിലുണ്ടെങ്കിൽ നമ്മളിത് പാസ്ത വേവിക്കുന്ന വെള്ളത്തിലേക്ക് ഒരു പീസ് ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. ഒരു ക്യൂബ് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒന്നും കൂടി ആ ഒരു പാസ്തൻ്റെ ഇതിലേക്ക് ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഈ മാക്രോൺസ് വേവിക്കുന്നുണ്ടല്ലോ, മാക്രോണി, ആ ടൈമിൽ ഇട്ട് കൊടുത്താൽ കേട്ടോ. ഇനി ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പച്ചമണം എല്ലാം മാറി വന്നെന്ന് കണ്ട സ്ഥിതിക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ലേശം ഒരു മധുരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ടൊമാറ്റോ സോസൊക്കെ ഇട്ടിട്ട് മല്ലിയിലയും വിതറിയിട്ട് നമ്മളിത് ഒരു നാടൻ ടൈപ്പിലൊരു ടച്ചിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഇതായിട്ടുള്ള ഒരു ടേസ്റ്റിലാട്ടോ. ഇത് വേണമെങ്കിൽ വൈറ്റ് സോസൊക്കെ വെച്ച് വൈറ്റ് കളറിൽ ഉണ്ടാക്കിയെടുക്കുക, പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഈ റെഡ് കളറിൽ ഉണ്ടാക്കുന്ന കേട്ടോ ഇഷ്ടം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഒട്ടിപ്പിടിക്കാണ്ട് കട്ട കുത്താണ്ട് കിട്ടിയിട്ട് ഉള്ളത്, അത് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് കേട്ടോ. നമ്മൾ നന്നായിട്ട് ഓയിൽ ഒഴിച്ചെടുത്താൽ ഇത് വെന്ത് വരുന്ന സമയത്ത് ഓയിൽ ഒഴിച്ചെടുത്താൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മാക്രോൺസൊക്കെ ഇത് അവിടെ റെഡി ആയിട്ട് നമ്മളങ്ങനെ പാസ്ത ഏകദേശമൊക്കെ ഇങ്ങനെ റെഡിയാക്കി വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ, അത് നേരത്തെ എടുത്ത് വെച്ചത് പൊരിച്ചിന് കേട്ടോ. ആ പൊരിച്ചെടുത്ത ചിക്കന് ജസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. കാരണം നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി ക്വാണ്ടിറ്റി സാധനമുണ്ട്, അതുകൊണ്ട് തന്നെ ചിക്കൻ അതിലേക്ക് തികയില്ല. അപ്പോൾ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ്, പിടിയും വലിയില്ലാതൊക്കെയാണ് ഇത്രത്തോളം ചിക്കൻ പിച്ച് ചെയ്തിട്ടത്. അപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ പീസ് ആക്കിയിട്ട് കൊടുത്താൽ മതി. എന്നാലും നന്നായിട്ട് നമ്മളിതാ പാസ്ത ഇതാക്കി എടുത്തിട്ടുണ്ട്, ഇനി റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ മാക്രോൺ പാസ്ത. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.